ജീവൻ വേർപെട്ടാൽ എല്ലാ ശരീരവും പട്ടത് തന്നെ. നമുക്കും ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ജീവൻ ശരീരത്തിൽ നിൽക്കുന്നോ അതേ ശരീരം ജീവനിൽ നിൽക്കുന്നോ? ഏതാണ് ശരി? ശരീരമൊക്കെ നമ്മൾ അലങ്കരിച്ച് വളരെ മനോഹരമായിട്ട് കൊണ്ടു നടക്കാറുണ്ട്. പക്ഷേ ഈ ശരീരം ജീവനിൽ നിൽക്കുന്നോ, ജീവൻ ശരീരത്തിൽ നിൽക്കുന്നോ? ഏതാ ശരി? ആർക്കും പറയാം. പെണ്ണുങ്ങളുടെ മാത്രമുള്ള ചോദ്യമൊന്നുമല്ലേ ഇത്? ഉത്തരം കിട്ടുന്നില്ല. ഒരാൾ കേട്ട ആള് മാത്രം പറഞ്ഞു, അത്രേ ഉള്ളൂ. അതാണ്, ഇതാണ് അഭിപ്രായം ഭൂരിപക്ഷം. നീ അവിടെ എഴുതുന്നുണ്ട് ശരീരം ജീവനിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവര് സമ്മതിക്കണ്ടേ? ഡെമോക്രസിയാണ്. ഡെമോക്രസിയില് ജീവൻ ശരീരത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു കാര്യമേ എനിക്ക് ചോദിക്കാനുള്ളൂ, ജീവനങ്ങ് വേർപെട്ടാൽ ശരീരം നിൽക്കുമോ? പറ്റുമോ? ഇല്ല. ജീവനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇതെന്റെ അച്ഛന്റെ ജീവനാണ്. ഇവിടെ നിന്ന് ഇത്ര ദിവസം കഴിഞ്ഞ് പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുണ്ട്, ഇത്ര ദിവസം കഴിഞ്ഞേ പോകാവൂ. പറ്റുമോ? ഇല്ല. എത്ര കഷ്ടമാണ് ഈ പാർലമെന്റിന്റെ ഗതി. എത്ര രൂപ ചെലവിട്ട് ഉണ്ടാക്കിയതാണ്. എന്തെല്ലാം തേനും പാലുമൊക്കെ ഒഴുക്കുമെന്ന് പറഞ്ഞു കേട്ടു. പക്ഷെ ഒരു നിമിഷം എന്റെ അച്ഛന്റെ ജീവൻ ഒന്ന് നിന്നു തരണം എന്നൊരു പ്രമേയം പാസാക്കിയിട്ട് ഇതുവരെയും ഒരു നേതാവിനും ജീവിതം കിട്ടിയില്ല. അങ്ങനെയുള്ള ഒരു പാർലമെന്റിന്റെ സ്ഥിതിയിൽ ജീവൻ ശരീരത്തിൽ നിൽക്കുന്നോ, ശരീരം ജീവനിൽ നിൽക്കുന്നോ? അടുത്തത്, ശരീരം ജീവനിൽ നിൽക്കുന്നു. കാരണം ജീവൻ എപ്പോൾ വേർപെട്ടോ ശരീരം വീണ്ടും അഴുകിത്തുടങ്ങും. ഇങ്ങനെ ശരീരത്തെ സുന്ദരമാക്കി സൂക്ഷിച്ചിരിക്കുന്നത്, കാണാൻ തക്കവണ്ണം കണ്ണിന് കാഴ്ച തരുന്നത്, കേൾക്കാൻ തക്കവണ്ണം കേൾവി കാതിന് തരുന്നത്, മൂക്കിന് ശ്വസിക്കാനുള്ള കഴിവ് തരുന്നത്, നാക്കിന് രുചിക്കാനുള്ള കഴിവ് തരുന്നത്, ഇതെല്ലാം ജീവന്റെ മാത്രം കഴിവാണ്. ആ ജീവൻ ശരീരത്തെ പോറ്റുന്നു. ശരീരം ജീവനെ പോറ്റുകയല്ല. ജീവൻ വേർപെട്ടാൽ ശരീരം നശിക്കുന്നു. എവിടെ നോക്കിയാലും പോത്തിന്റെ കാര്യമായാലും കാളയുടെ കാര്യമായാലും ശരി, മാർക്സിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ശരി, അതുപോലെ മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും ശരി, ജീവൻ വേർപെട്ടോ ശരീരം നശിച്ചത് തന്നെ. ഇതിന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പാടില്ലെന്ന്. നല്ല കാര്യം നടപ്പു വരുമോ? മതത്തിന്റെ പേരിൽ ഇതിന് നിയമം പുതിയതുണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ ഇവിടെ ആരും പറയുന്നതിനും അപ്പുറത്തുണ്ടായിരുന്ന ഈ പ്രകൃതിയുടെ സ്ഥിതി ആര് തന്നു എന്ന് കണ്ടുപിടിച്ച ലോകത്തിന്റെ ആദ്യത്തെ രാജ്യം, ആദ്യത്തെ ശാസ്ത്രം ഭാരതത്തിന്റേതാണ് എന്ന് നമ്മൾ ഓർമ്മിച്ചാൽ, ജീവനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു പ്രപഞ്ചത്തിന്റെ ശൈലിയിൽ മതരാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായ ഈശ്വരത്വം കാഴ്ചവെച്ചത് നാം മറക്കേണ്ട കാര്യമില്ല.